തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നില ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ. റിവർ സഫാരിക്കായി കയാക്കിംഗ്, ബോട്ടിംഗ്, വഞ്ചി സഫാരി, സ്വാൻ പെഡൽ സർവീസുകൾ. രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം. വിനോദത്തിനായി കിഡ്സ് പാർക്ക്, പ്ലേ ഗ്രൗണ്ട്, ഹോഴ്സ് റൈഡിംഗ്, വാട്ടർ പൂൾ. നില ബോട്ട് ക്ലബ്. പാഞ്ഞാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പല്ലൂസ 2025 എന്ന പേരിൽ പ്രീ-KG വിദ്യാർത്ഥികളുടെ കലോത്സവം അരങ്ങേറി. പാഞ്ഞാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രീ-KG കുരുന്നുകളുടെ വർണ്ണാഭമായ കലോത്സവത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ നിർവഹിച്ചു. ഏതായാലും നമ്മളുടെ കലോത്സവമാണ് ഇവിടെ നടക്കുന്നത് എന്നും അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും സവിസ്തരം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു ക്ലാസ്സെല്ലാം തുടങ്ങി അവസാനമാകുമ്പോഴേക്ക് ഒരു കലോത്സവ പ്രതീതി ഉണ്ടാവുമെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ ടീച്ചേഴ്സും മാതാപിതാക്കളും എല്ലാം കൂടെ ഒരുക്കി കൊടുക്കാറുമുണ്ട്. നമ്മുടെ കുട്ടികളെ അവരുടെ കലാവാസനയ്ക്കനുസരിച്ച് ഓരോ പ്രവർത്തനങ്ങൾ എത്തിക്കുന്നതിന് അവർ നല്ല പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. അത് ഇപ്പോഴല്ല, എല്ലാ വർഷവും ചെയ്യുന്നതാണ്. നമ്മളുടെ സ്കൂളിനെ പ്രതിനിധീകരിച്ച് വരുമ്പോൾ ഏറ്റവും നല്ല രീതിയിലാണ് എല്ലാ പരിപാടികളും ആവിഷ്കരിച്ചുകൊണ്ട് നടക്കുന്നത് എന്ന് നമ്മുടെ മാതാപിതാക്കൾക്കും എല്ലാവർക്കും അറിയാം. ഇന്ന് നമ്മുടെ കുട്ടികളുടെ കലാവാസനയ്ക്കനുസരിച്ചും അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി കുറേ അധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് നമ്മുടെ മാതാപിതാക്കളും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. ദിവസവും നമ്മളെ കുട്ടികൾ ക്ലാസ്സിൽ നിന്ന് വന്നാൽ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് അവരുടെ കാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധയും കൂടെ നമുക്ക് ഉണ്ടാവേണ്ട കാലഘട്ടമാണ്. കാരണം കുട്ടികൾക്ക് പല വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് മറ്റുള്ളവർ പ്രേരിപ്പിക്കുന്നതോടൊപ്പം അവരുടെയും മാനസികാവസ്ഥ ആ നിലയ്ക്ക് പോകുന്നത് എപ്പോഴും നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം, അന്വേഷണം ഉണ്ടായിരിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളർന്നു വരുന്ന സമൂഹത്തിന് കുട്ടികളായാലും വന്ന് നമ്മുടെ കൂട്ടുകൂടി ഇരിക്കുന്ന സമയത്ത് പൊതുസ്ഥലങ്ങളിലെല്ലാം അവരിരുന്ന് കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന സമയത്ത് ഓരോ വീട്ടിലും ഉള്ളാവുന്ന കാര്യങ്ങൾ പരസ്പരം സംസാരിക്കാനും ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് പറയാനുള്ളൊരു സാഹചര്യങ്ങളും കുട്ടികളുടെ മാനസികമായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി അധ്യക്ഷനായിരുന്നു. അത് വലിയ വലിയ ആശയങ്ങളുടെ സംവാദത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. അതല്ലെങ്കിൽ നമ്മളുള്ള ഒരാശയം നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന്, മറ്റൊരാളിലേക്ക് എത്തിക്കുന്നതിന് ഏറ്റവും ലളിതമായ മാർഗമാണ് കല, വിവിധ തരത്തിലുള്ള കലാപ്രകടനങ്ങൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ നാട്ടിൽ ജീവിക്കാനായി പ്രാപ്തമാക്കുന്ന രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖല വളർന്നു പോകുമ്പോഴും ഒരു കുട്ടി ജനിച്ച് വീഴുന്ന സമയം തൊട്ട് അതിനെ നിരീക്ഷിക്കുകയും അതിനെ വളർത്തുകയും ചെയ്യുന്ന മാതാപിതാക്കൾ അവരെന്താകണം എന്നാഗ്രഹിച്ചുകൊണ്ട് വളർത്തുന്നതോടൊപ്പം അവരെന്താകുമെന്ന് കൂടി നമ്മൾ നിരീക്ഷിച്ചു കൊടുക്കേണ്ടതായിരിക്കും. ഓരോ കുട്ടിയിലുമുള്ള കഴിവുകളെ കണ്ടെത്തുന്നിടത്താണ് നമ്മളത് വിജയിക്കുന്നത്. അക്കാഡമിക് രംഗത്ത് നേടുന്ന A+കളല്ല ഒരു വിദ്യാർത്ഥിയെ അല്ലെങ്കിൽ ഒരു തലമുറയെ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടി പ്രാപ്തരാക്കുന്നത്. അവർക്ക് താല്പര്യമുള്ള വിഷയം ഏതാണോ അത് കുഞ്ഞുനാളിലെ നമ്മൾ കണ്ടെത്തുക, അതിനവർക്ക് പ്രോത്സാഹനം നൽകുക, ആ മേഖലയിൽ അവരെ സഞ്ചരിക്കാൻ അനുവദിക്കുക. മാപ്പിളപ്പാട്ട് ഗായിക അഫ്ല ജബ്ബാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു.
സ്കൂൾ ഹെഡ് മിസ്ട്രസ് AP സത്യ, PTA പ്രസിഡന്റ് AK സൈദലവി, PTA വൈസ് പ്രസിഡന്റ് സെൽവകുമാർ, MPTA പ്രസിഡന്റ് ശ്രീജ രാമചന്ദ്രൻ, അധ്യാപക പ്രതിനിധി KC സജൻ, SMC ചെയർമാൻ രതീഷ്, അധ്യാപകരായ ബിന്ദു, സുദർശൻ, കൃഷ്ണ, അംബിക, സുശീല, രാധ, ഷിജി, സാവിത്രി, ഗീത, അനുഷ MK, അജ്മൽ PC, ആൻസി ബാബു, നിഖില തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ KG, LKG, UKG കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അവരുടെ കഴിവുകളെ കണ്ടെത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ പഠനത്തിനോടൊപ്പം തന്നെ അവരുടെ കഴിവുകൾ കൂടി ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കം കൂടിയാണ് ഫലൂസ. ഫലൂസയുടെ അർത്ഥം തന്നെ അസാധാരണമായ കഴിവ്, വ്യക്തി എന്നൊക്കെ അർത്ഥം വരുന്ന, ഇപ്പോൾ തന്നെ നമുക്ക് ഇവിടെ പാട്ടുപാടിയിട്ടുള്ള അഫ്ലാൻ അല്ലേ, പ്രത്യേക ഒരു കഴിവ് തന്നെയാണ് അഫ്ലിക്ക്. മനോഹരമായിട്ടുള്ള പാട്ട് നമുക്കൊക്കെ പാടി തരാനുള്ള ഒരു കഴിവ്. ഒരു പാട്ട് പാടി ഒരു പാട്ട് കൂടി വേണമെന്ന് നമ്മൾ സൂചിപ്പിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ അടുത്ത പാട്ട് പാടാനുള്ള മനസ്സ്. രക്ഷിതാക്കളും മറ്റ് അധ്യാപകരും വർണ്ണാഭമായ കലോത്സവ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. കുരുന്നുകളുടെ മിഴിവാർന്ന കലാപ്രകടനങ്ങൾ ആസ്വാദന മികവിൽ ശ്രദ്ധ നേടി. CCV ന്യൂസ്, പാഞ്ഞാൾ.